അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ അവശനിലയിലായ ആനയെ മയക്കുവെടിവെക്കാനുള്ള ഇന്നത്തെ ദൗത്യം നിർത്തിവെച്ചു. പടക്കം പൊട്ടിച്ചതോടെ തുരുത്തിൽ നിന്നിരുന്ന ആന പരിഭ്രാന്തിയോടെ ഓടുകയായിരുന്നു. ആനയെ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിച്ചു വരികയാണ്. അതിരപ്പള്ളി വെറ്റിലപ്പാറ 14 നിന്നിരുന്ന ആനയെ പടക്കം പൊട്ടിച്ച് അടുത്തുള്ള റബ്ബർ തോട്ടത്തിലെത്തിച്ച് മയക്കുവെടി വെക്കാനായിരുന്നു ദൗത്യസംഘത്തിന്റെ പദ്ധതി. എന്നാൽ പടക്കം പൊട്ടിച്ചതോടെ പരിഭ്രാന്തപ്പെട്ട് ഓടിയ കാട്ടാന വനത്തിൽ കയറുകയായിരുന്നു. അതോടെ ആദ്യ ശ്രമം പാളി. വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് മയക്കുവെടി വെക്കാൻ എത്തിയിരുന്നത്. കാട്ടിലേക്ക് കയറിയ ആനയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആന ഉൾവനത്തിലേക്ക് കയറിയെന്നും 4 മണി വരെ ശ്രമം തുടരുമെന്നും വാഴച്ചാൽ DFO R ലക്ഷ്മി അറിയിച്ചു. നിലവിൽ ആന നിരീക്ഷണ വലയത്തിലില്ല. ഉൾക്കാട്ടിൽ വെച്ച് മയക്കുവെടി വയ്ക്കാൻ കഴിയില്ലെന്നും DFO വ്യക്തമാക്കി. ഇന്നത്തത് നമ്മൾ ആനയെ സൈറ്റ് ചെയ്തു. ആനയെ ഒന്ന് ഓടിച്ചൊന്ന് കയറ്റി ഒരു കംഫർട്ടബിൾ സ്ഥലം നോക്കി ഡാർട്ട് ചെയ്യാനായിരുന്നു ഉദ്ദേശം. പക്ഷെ അപ്പോഴത്തേക്ക് ആന മുകളിലേക്ക് റിസർവിലേക്ക് പോയിരിക്കുകയാണ്, കാട്ടിലേക്ക് കയറി പോയി. ഇപ്പൊ സൈറ്റിംഗ് നമ്മുടെ മിസ്സായി. വാച്ചസിനെ നോക്കുന്നുണ്ട്. അത് കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് താഴെ ഇറങ്ങി വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരുടെ പ്രസൻസ് കണ്ടപ്പോൾ മേളിൽ കയറി പോയതാ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വീണ്ടും അപ്പോഴത്തേക്ക് ആന ചിലപ്പോൾ തിരിച്ച് ഇറങ്ങി പുഴയുടെ സൈഡിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കണക്ക് കൂട്ടുന്നു. അപ്പോൾ ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യും താഴെ. അതെ, പിന്നെ ഒരു 4 മണി വരെ കാണുള്ളൂ. കാരണം പിന്നെ ലൈറ്റിങ്ങിന്റെ ഒക്കെ ഒരു ഇഷ്യൂ ഉള്ള കാരണം നമ്മൾ വൈകുന്നേരത്തിലേക്ക് പോകത്തില്ല. ഇല്ല നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഡാർട്ടിങ് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ നല്ല സ്ഥലമായിരുന്നു ഈ റബ്ബറിന്റെ ഇടയിൽ. പക്ഷേ അപ്പോഴത്തേക്ക് ആന പെട്ടെന്ന് ഓടിപ്പോയി. 2 സംഘങ്ങളായാണ് പരിശോധന നടത്തുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് മസ്തകത്തിൽ മുറിവേറ്റ് പഴുപ്പ് പുറത്തേക്ക് വരുന്ന രീതിയിൽ ആനയെ കണ്ടെത്തിയത്. ജനം, തൃശൂർ.